എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു. അബിക്കാണെ ആകെപ്പാടെ വിഷമായി പോയി. ലച്ചു കോളേജിലൊന്നും പോകുന്നില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, കാരണം എൻട്രൻസ് കോച്ചിങ് ആണ്, കൃത്യം ചെല്ലുകയും ചെയ്യണം. അങ്ങനെ ചെന്നില്ലെങ്കിൽ പിന്നീട് അത് ബുദ്ധിമുട്ടായിപ്പോ. പോരാത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മേനോൻ സാർ 2-3 വട്ടം അബിനെ വിളിക്കുകയും ചെയ്തു. ലച്ചു എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, നല്ല പ്രതീക്ഷയുണ്ട്. പിന്നീട് ലച്ചുവിനെ ഉപദേശിക്കുകയാണ്, നീ അടുക്കളയിൽ ഇങ്ങനെ ഈ ജോലി ചെയ്തുകൊണ്ടിരുന്ന നിന്റെ പഠനം ഇതും കൊണ്ടും മുടങ്ങിപ്പോ, പിന്നെ നിനക്ക് ഒരിക്കലും നിന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നൊക്കെ പറയണം. ഇത് കേട്ടോണ്ടാണ് അപർണ അങ്ങോട്ട് വരുന്നത്. ആ സമയം അമല് പറഞ്ഞു, ഒരു കാര്യം ചെയ്യലച്ചു, നീ ഇവിടെ നിൽക്കണ്ട, നീ കോളേജിലേക്ക് പോയിക്കോളാൻ പറയണം. അല്ല അത് പിന്നെ അബി പറഞ്ഞു, ഞാൻ കൊണ്ടേക്കാം, നീ പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ പറയണം. അങ്ങനെ അങ്ങോട്ട് ലച്ചു കയറി പോകാൻ തുടങ്ങുന്ന സമയത്ത് അപർണ ലച്ചുവിനോട് പറഞ്ഞു, അവിടെ നിൽക്കാൻ പറയണം. നീ ഇവിടുന്ന് പോയിട്ടുണ്ടെ പിന്നെ ഈ വീട്ടിലെ ജോലികളൊക്കെ ആരും എന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ അഭിയേട്ടൻ, ഒരഭിയേട്ടൻ വന്നിരിക്കുന്നു. ആ സമയത്ത് അമല അങ്ങോട്ട് കയറി വന്നു. എന്താ ലച്ചു എന്ന് ചോദിക്കാം. ഒന്നുമില്ല, എനിക്കറിയാം ഇവള് പറഞ്ഞു കാണും നിന്നോട് പോകണ്ടെന്നല്ലേ. നീ പോയില്ലെങ്കിൽ അടുക്കളയുടെ ഭാഗത്തേക്ക് പോലും നിന്നെ കണ്ടുപോയേക്ക് ലച്ചു. അടുക്കള ജോലി ചെയ്യാനല്ല നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. നിന്നെ കോളേജിൽ കൊണ്ടേ അത്രയും ഫീസും കൊടുത്ത് പഠിപ്പിക്കാനായിട്ട് ഇരുത്തിയേക്കുന്ന ഈ അളകാപുരി വീടിന്റെ അടുക്കളയിൽ ഒതുങ്ങാനല്ലെന്ന് പറയണം. അവസാനം അപർണയോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ ഇവിടുത്തെ അടുക്കളക്കാരിയാക്കാനാ നിന്റെ തീരുമാനമെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അപർണെ. അത് നിന്റെ മനസ്സിലിരുന്നാ മതി. ഒരു വേലക്കാരി ഉണ്ടായിരുന്നല്ലോ, ഒരു ജോലിക്കാരി ഇവിടെ, അവരെ പറഞ്ഞു വിട്ട ആരാ? നീയല്ലേ. അപ്പൊ നീ തന്നെ അടുക്കളയിലേക്ക് അങ്ങോട്ട് കയറിക്കോ, അടുക്കള ജോലികളൊക്കെ അങ്ങോട്ട് ചെയ്തോ, അല്ലാതെ ഇവിടെ വേറെ ആരും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടാ അപർണ, ഓഹോ, അപ്പൊ എന്നെ അടുക്കള വേലക്കാരിയാക്കാണ് നിന്റെ പുറപ്പാടല്ലേന്ന് ചോദിക്കും. അതെ, സ്വന്തം വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്ന വേലക്കാരികളല്ല, അവനോട് തന്നെ ചെയ്യാം, ഒരു നിർബന്ധമില്ല മറ്റുള്ളവർ ചെയ്യണമെന്ന്. നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ, നീ തന്നെ അങ്ങോട്ട് ചെയ്യാൻ പറയണം. ഇത് കേട്ടപ്പം അപർണ, പിന്നെ ഞാൻ അതന്നെയല്ലേ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. പിന്നെ നീ എന്തിനാ വന്നേ? ഇവിടെ നല്ല വേഷവും ധരിച്ച് ഇവിടെ കയറി കസാരമേ കാലും കയറ്റി വെക്കാനോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരുത്തിന് എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് അമല അങ്ങോട്ട് കയറി പോവാണ്. ഇനി വല്ലതും വെച്ചുണ്ടാക്കിയാൽ നിനക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഇവിടെ പട്ടിണി ഇരുന്നോളാൻ പറയണം. പിന്നീട് ലച്ചുവിന് ഇങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമല് അബിയോട് ഒരു കാര്യം ചെയ്യാം, അല്ല ലച്ചുവിനെ കൊണ്ടേ ആക്കാന്ന് പറയണം. വേണ്ട, ഞാൻ പോകുന്ന വഴിക്ക് അവളെ വിട്ടായിട്ട് പോയിക്കോളാന്ന് പറയണം ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ അബി ലച്ചുവിനെ കൊണ്ട് പോവാണ്. പോകുന്ന വഴിക്ക് അബി കുറെ ലച്ചുവിനെ ഉപദേശിക്കുന്നുണ്ട്. അറിയാലോ, നിന്നെ ഈ വീട്ടിൽ തന്നെ തളച്ചിടാനല്ല നിന്നെ കൊണ്ട് കോളേജ് ചേർത്ത്, നന്നായിട്ട് പഠിക്കണം, നിന്റെ ആഗ്രഹം പോലെ തന്നെ നീ ഉയർന്നു വരണം എന്നൊക്കെ പറഞ്ഞ് ലച്ചു പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം അബിയേട്ടാ, പക്ഷേങ്കില് സമയമാണോ പ്രശ്നം? ഇനിയിപ്പം നിന്നെ ഹോസ്റ്റലിൽ നിർത്തണമെങ്കിൽ നീ പറ, ഹോസ്റ്റലിൽ വേണമെങ്കിൽ നിർത്താന്ന് പറയണം. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വീട്ടിൽ നിന്ന് വന്ന് പോയിക്കോളാം എന്നൊക്കെ പറയണം. ആ സമയം തമ്പി എന്ത് ചെയ്യുവാണ്, സൂര്യനാരായണനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പം അബി അവിടെ ഇല്ലായിരുന്നു. ജാനകി ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് സൂര്യനാരായണനെ കാണാനായിട്ട് തമ്പി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സൂര്യനാരായണൻ കണ്ണടച്ച് കിടക്കുക. കണ്ണടച്ച് ജസ്റ്റ് ഒരു മയക്കത്തിലായിരുന്നു. തമ്പി എന്നിട്ട് സൂര്യനാരായണനെ വിളിക്കുകയാണ്. എടാ സൂര്യാന്ന് വിളിക്കുകയാണ്. അത് കേട്ട് സൂര്യനാരായണൻ പതുക്കെ ഇങ്ങനെ ആ മയക്കത്തിൽ നിന്ന് ഉണരുന്നു. തമ്പീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിങ്ങനെ നോക്കുകയാണ്. ആഹാ, കൊള്ളാലോ, നൈസിന്ന് മാറ്റി കഴിഞ്ഞിട്ട് എനിക്ക് നിന്നെ ഒന്ന് കാണുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് നിന്നെ കാണാൻ വന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, നിന്റെ മൂത്ത മന അബിയുണ്ടല്ലോ തടഞ്ഞു, പക്ഷെ ഇപ്പം തടയാനായിട്ട് അവനില്ലാന്ന് പറയാണ്. എന്നാലും നിന്നെ ആ സമ്മതിച്ചു തന്നിരിക്കുന്നില്ല. നീ ചെയ്തു വെച്ച അളകാപുരി അങ്ങനെ നിന്റെ മൂത്ത മകന്റെ പേരിൽ അങ്ങോട്ട് എഴുതി കൊടുത്തല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടതും സൂര്യ പറഞ്ഞു, അതെ, എന്റെ സ്വത്ത് ആർക്ക് എഴുതി കൊടുക്കണം ഞാനാ തീരുമാനിക്കുന്നത്, അല്ലാതെ പഠനത്തിനടുത്ത് തമ്പി അല്ലെന്ന് പറയണം. അതേടാ, അതെനിക്ക് നന്നായിട്ടറിയാം. അല്ലെങ്കിലും എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്, നിന്റെ ആദ്യ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടോന്ന്. ഇത് കേട്ട സൂര്യനാരായണൻ പറഞ്ഞു, ദേ അനാവശ്യം പറയരുത് കേട്ടോന്ന് പറയണം. അനാവശ്യമോ? നീ ചെയ്യുന്നതിനാണ്ടാ കുഴപ്പം. നൈസായിട്ട് നീ എന്റെ മോളെ എല്ലാരെയും അങ്ങോട്ട് ഒഴിവാക്കിയല്ലേ, ഇതിനുള്ള തിരിച്ചടി നിനക്കിട്ട് ഞാൻ തരൂന്ന് പറയണം. എന്ത് തരാനായിട്ട്? നീ കഴിഞ്ഞ ദിവസം തന്നെ വെല്ലുവിളിച്ചിട്ട് പോയല്ലോ, അന്ന് ഞാനൊന്നും മിണ്ടായിരുന്ന എന്താണെന്നറിയാവോ? നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉദിച്ചു വരില്ലെന്നോ? വെറുതെയാടാ. അത് അസ്തമയത്തിന് മുമ്പുള്ള ഒരു ശോഭ ഉണ്ടായിരുന്നല്ലോ, ഒരു ഉദിക്കുന്നതിന് മുമ്പുള്ള ശോഭ ഉണ്ടായിരുന്നല്ലോ, അതായിരുന്നു നീ കണ്ടേ അസ്തമയ സമയത്തെ. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെയല്ല, ഒരിക്കലും ഇനി ഉദിക്കാതിരിക്കില്ല നിന്റെ മനസ്സിലൊരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ അത് വെറുതെ ആയിരുന്നിടാന്ന് പറയണം. ഞാൻ ഉദിച്ചു ഉയരൂടാ, നീ ഉദ്ദേശിക്കുന്നതിലും അപ്പുറത്തേക്കായിരിക്കും ഇനി എന്റെ ശോഭയെന്ന് പറയണം. തമ്പി, നീ ഒരിക്കലും വിചാരിച്ചാൽ ഈ സൂര്യനാരായണനെ തോൽപ്പിക്കാൻ സാധിക്കില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോഴത്തേനും തമ്പി പറഞ്ഞു, സൂര്യനാരായണന്റെ ഉദയ അസ്തമയം ഇതൊക്കെ ഇതോടുകൂടി കഴിഞ്ഞടാ, ഇനി നിനക്ക് ചെറുല് വെല്ല് പോലെ അനക്കാൻ പറ്റില്ലോ. നീ കിടന്ന കിടപ്പിൽ തന്നെ കിടക്കൂടാ, അളകാപരിയും വന്നാലും നിനക്കൊരു പട്ടിയുടെ വില പോലും കിട്ടില്ലെന്ന് പറയാ. ഇത് കേട്ടപ്പോൾ സൂര്യനാരായണൻ പറഞ്ഞു, എന്റെ മൂത്തമാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം
എനിക്ക് നല്ല സന്തോഷത്തോടെ എന്നെ കഴിയടാ. ബാക്കി മക്കളുടെ കാര്യം ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷെ അവൻ ഉള്ളിടത്തോളം കാലം എന്നെ പൊന്നു പോലെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തമ്പിക്ക് ഉറപ്പില്ല, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്. എന്റെ മകനെ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടാൻ തമ്പി പറഞ്ഞു, നിനക്കിട്ടുള്ള പണി ഞാൻ തരണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. നിന്റെ മരണം അതാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ദൈവം നിനക്കിട്ട് പണി തന്നു. നിന്നെ തളർത്തി കിടത്തിയില്ലടാ. ഇനി നിനക്ക് എഴുന്നേറ്റ് എന്ന് എന്നെ നടിക്കാൻ പോലും പറ്റില്ലല്ലോ. ഞാൻ എന്ത് പറഞ്ഞാലും കേട്ടോണ്ട് കിടക്കാനല്ലേ പറ്റുള്ളൂ എന്ന് ചോദിക്കാം. സൂര്യനാരായണന്റെ ശരീരത്തേക്ക് ദേഹത്തേക്ക് ചോരി ഇരച്ചു കയറുന്ന പോലെ തോന്നുവാണ്. കാരണം ഇത്രയും പ്രകോപനം ഉണ്ടായിട്ട് സൂര്യനാരായണൻ സഹിച്ചു കേട്ട് കിടക്കാൻ പറ്റിയില്ല. തമ്പി അതും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് വെല്ലു വിളിച്ചിട്ട്. പെട്ടെന്ന് സൂര്യനാരായണൻ ഇങ്ങനെ ദേഷ്യം പിടിച്ച് കൈ ഇങ്ങനെ പതുക്കെ അനക്കുവാണ്. അപ്പൊ സൂര്യനാരായണന് മനസ്സിലായി തന്റെ കൈ അനങ്ങുന്നുണ്ടെന്ന്. നേരത്തെ പൊന്നൂസ് വന്ന് നെറ്റി ചന്ദനക്കൂട് തൊട്ട് പറഞ്ഞപ്പോ പതുക്കെ ഒരു വെല്ല അനങ്ങിയായിരുന്നു. പക്ഷെ ഇപ്പൊ അതിനേക്കാൾ ഇവര് കൈ പതുക്കെ ഒന്ന് ചലിപ്പിച്ചു. സൂര്യനാരായണൻ തന്നെ അത്ഭുതം തോന്നിപ്പോയി തന്റെ ഈ മാറ്റത്തില്. ഒരുപക്ഷെ തന്റെ മനസ്സ് ശക്തമാണെങ്കിൽ തന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് സൂര്യനാരായണൻ മനസ്സിലായി. പിന്നീട് തമ്പി എന്ത് ചെയ്യുവാണ്, നേരെ വരുന്നത് അളകാപുരിയിലേക്കാണ്. ഈ സമയം മാക്സിമം വിനിയോഗിക്കണം. അവിടെയുള്ള പ്രഭാവതിനെ എരിപൊരി കയറ്റണം. അവരുടെ മനസ്സിലേക്ക് അങ്ങനെ വിഷം കുത്തി നിറയ്ക്കണം. എങ്കിൽ മാത്രമേ തനിക്കൊരു പിടിച്ചുവയ്പ്പ് ഉണ്ടാകത്തുള്ളൂ. തൻ്റെ മോൾക്കും തനിക്കൊക്കെ അവിടെ ഇല്ലെങ്കിൽ അവരെ അളകാപുരി തന്നെ നശിപ്പിക്കണമെങ്കിൽ താൻ അവിടെ ചെല്ലണം. ഇടയ്ക്കിടയ്ക്ക് എന്ന് അവരെ കാണണം. പറയേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് തമ്പി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. തമ്പി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ പറഞ്ഞു ഓടി വന്നു. അച്ഛാന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. പിന്നെ വിശേഷങ്ങളൊക്കെ തിരക്കിട്ട് വെച്ചു. അല്ല പ്രഭാവതി എന്തിയെന്ന് ചോദിക്കണം. അമ്മ മുറിയിൽ തന്നെയാന്ന് പറയാം, ഞാൻ വിളിച്ചോണ്ട് വരാന്ന് പറയാണ്. അങ്ങനെ പ്രഭാവതിനെ പോയി വിളിച്ചോണ്ട് വന്നു. വിളിച്ചോണ്ട് വന്നപ്പോഴത്തേനും തമ്പി പറഞ്ഞു, അല്ല ഇതെന്താ പ്രഭ, നീ മുറിയിൽ തന്നെ ഇരിക്കുകയാണെന്ന് ചോദിക്കാം. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാന്ന് ചോദിക്കാം. എന്ത് ചെയ്യാനാന്നോ, പറഞ്ഞ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ എന്തിനാ പിന്മാറി നിൽക്കണ്ടേ? അബിയുടെയും ജാനിയുടെയും പേരിലേക്ക് വീട് എഴുതി കൊടുത്തെന്ന് ഓർത്തോണ്ട്. ഇപ്പൊ സൂര്യനാരായണൻ എഴുന്നേക്കാൻ കഴിയില്ല. ഇനി വന്നാലും സൂര്യനാരായണൻ ആ പതിവ് പോലെ അത്ര പ്രഭാവത്തോട് കൂടിയിട്ട് ആ കസാലിൽ ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഇനി ആ കസാലിൽ ഇരിക്കേണ്ട ആൾ ആരെന്നറിയാവോ? നീയാണ് പ്രഭാവതി എന്ന് പറയാണ്. ഞാനോ? എന്താ നിനക്ക് എന്താ സംശയം ഉണ്ടോന്ന് ചോദിക്കാം. സൂര്യനാരായണന്റെ അഭാവത്തില് നീയാണ് ഇവിടുത്തെ അടുത്ത ഭരണാധികാരി എന്ന് പറഞ്ഞാല് അടുത്തയാള്. അപ്പൊ നീ വേണം ആ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഈ പറയുന്ന ജാനകിയുടെ അബിയുടെയും പേരിലെ വീടെങ്കിലും നീ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ. നീ അവരെ വരച്ച് വരെ നിർത്തണം. നീ പറഞ്ഞാല് അവർക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം. പതുക്കെ പതുക്കെ ആ വീട് നീ പിടിച്ചെടുക്കണമെന്ന് പറയാണ്. ഇതിവിടെ പ്രഭാവതി പറഞ്ഞു, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇങ്ങനെ പറഞ്ഞ് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനു വേദന ഞാനും പറഞ്ഞു ഒപ്പം കൂട്ടനുണ്ടായിരിക്കും എന്ന് പറയാം. ഒറ്റ ദിവസം കൊണ്ട് നിന്റെ മക്കളെ ആരും അല്ലാതാക്കി തീർത്തല്ലേ. ശരിക്കും പറഞ്ഞാൽ അമലിന്റെ പേരിലല്ലായിരുന്നു വീട് വരേണ്ടത്. നിന്റെ മോനെ നൈസായിട്ട് പിന്തള്ളിയിട്ട് കണ്ട അവളുടെ പേർക്ക് കൊടുത്തേ, അവളുടെ മകന്റെ പേർക്ക്. മിക്കവാറും ആദ്യ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും സൂര്യനാരായണന്റെ. അതുകൊണ്ടായിരിക്കും ഇപ്പോഴും അവന്റെ മനസ്സിൽ ആദ്യ ഭാര്യ തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രഭാവതിനെ എരിപെരി കയറ്റുകയാണ്. പ്രഭാവതിക്ക് തോന്നി തമ്പി പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. താൻ എന്തിനു വിട്ടുകൊടുക്കണം? താൻ സൂര്യനാരായണന്റെ ഭാര്യയല്ലേ. അപ്പൊ തനിക്കല്ലേ അവകാശമുള്ളേ. ഭർത്താവ് ജീവനോടെ ഉണ്ടല്ലോ. പോരാത്തേന് ഇനിയിപ്പോൾ അളകാപുരി ഭരിക്കേണ്ടത് താനായിരിക്കും. ഭർത്താവിന്റെ വീഴ്ച പറ്റി കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്ത് താൻ നിൽക്കണം. തമ്പി പറഞ്ഞു, ഇനിയിപ്പം മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി വെച്ചേക്കുന്നല്ലേ. സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ പ്രഭാവതി കളത്തിലിറങ്ങിയാൽ മതിയാവുള്ളൂ എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ പ്രഭാവതി പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ. എൻ്റെ മനസ്സ് ഇപ്പോഴും അതിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല. എന്നോട് ചെയ്തിരിക്കുന്ന ചതി ഓർത്തിട്ട്. അതാ പറഞ്ഞേ, ഇത്രയും വലിയ ചതി ചെയ്ത സൂര്യനാരായണനെ ഇനി മനസ്സിലിട്ടോണ്ട് നടക്കുന്ന കാര്യമുണ്ടോ? അങ്ങനെ എന്താണ് ആ ഒരു മൂലക്കിരിക്കും. അങ്ങേരെ കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല. ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണം നോക്കാൻ എന്നൊക്കെ പറയണം. അപ്പോഴേക്കും അപർണ അങ്ങോട്ടേക്ക് വീണ്ടും വരുവാണ്. അപർണ വന്നിട്ട് പറഞ്ഞു, ബാ ഇന്ന് ചായ എന്ന് പറഞ്ഞിട്ട് ചായ കൊണ്ടേ കൊടുക്കുവാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചോണ്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാവതി ശരിയാ, ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഇപ്പൊ തമ്പി പറഞ്ഞു കഴിയുമ്പോഴത്തേനും എൻ്റെ മനസ്സിലേക്ക് ആ ഒരു തോന്നലൊക്കെ വരുന്നതെന്ന് പറയാണ്. അങ്ങനെ തമ്പി എരിപരി കയറ്റി കൊടുക്കുവാണ് പ്രഭാവതിയുടെ മനസ്സിലേക്ക്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. എത്രയൊക്കെ എരിപരി കയറ്റി കൊടുത്തെന്ന് പറഞ്ഞാലും ഇനി ഒരിക്കലും അവിടെ അളകാപുരിയിൽ ഒരു സ്ഥാനം പിടിക്കാനായിട്ട് ഈ പറയുന്ന തമ്പിക്കോ അല്ലെങ്കിൽ പ്രഭാവതിക്കോ സാധിക്കില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.